ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു സുനിൽസ് വണ്ടർലെസ് വ്ളോഗ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് KSFE സീരീസ് 2. അപ്പൊ നമ്മൾ ഇന്നൊരു സീരീസ് തുടങ്ങാണ് അല്ലെ. എന്താണ് KSFE പ്രീ ഓൺഡ് ചിട്ടി എന്ന്? അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ക്ലയന്റ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രങ്ങളെ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് ആദ്യം തൊട്ട് മനസ്സിലാക്കണം. അതായത് പ്രീ ഓൺഡ് ചിട്ടി എന്നുള്ള ഈ ഒരു സീരീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, എത്ര ഡെപ്ത് ആയിട്ട് ഈ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാമെന്ന്. അപ്പൊ നമുക്ക് ഈ കഥ അങ്ങോട്ട് തുടങ്ങാം. പേരും ലൊക്കേഷനും സാങ്കല്പികമാണ്. അതെപ്പോഴും അങ്ങനെ ആവാൻ പാടുള്ളൂ. കാരണം ഒരു ഫിനാൻസ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ക്ലയൻസിന്റെ ഒരു കാര്യം റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷെ സാഹചര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അവർക്ക് കിട്ടിയിട്ടുള്ള ഉപകാരങ്ങൾ അത് നിങ്ങൾക്കും അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ പാൻഡമിക്കിന്റെ സാഹചര്യം എല്ലാം മാറി KSFE റീഫങ്ഷനിങ് ആയ സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത് ഒരു ദിവസം. അത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇപ്പൊ ടിജോ എന്നാണ് ആ പയ്യന്റെ പേര്. ആ പയ്യനൊരു IT റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ BTech എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1.5 വർഷമായി ജോലിക്ക് കയറിയിട്ട്. അപ്പൊ എന്റെ നമ്പർ കിട്ടിയത് KSFEയുടെ മുടക്കച്ചിട്ടികളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ, അതായത് ഒരു വജ്രായുധമാണ് KSFEയുടെ മുടക്കച്ചിട്ടികൾ എന്നുള്ള രൂപത്തിലൊരു വീഡിയോ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോ ടിജോന് KSFEയെ കുറിച്ചിട്ട് ഒന്നും അറിയാൻ പാടില്ല. കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ടിജോന് അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. കുറെ കാലങ്ങളായിട്ട്, അതായത് ജോലി കിട്ടിയപ്പോ തൊട്ട് പുള്ളി അടച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും ഒരു തെറ്റില്ലാത്തൊരു സംഖ്യ ഔട്ട്സ്റ്റാൻഡിങ്ങിലാണ്. അപ്പൊ അത് പുള്ളിക്ക് ക്ലോസ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ എന്നാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യത്തെ ഒരു കൺസൾട്ടേഷനിൽ കുറച്ചു നേരം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. ഇപ്പൊ ടിജോ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ സാലറിയുടെ കാര്യം, എത്ര എക്സ്പെൻസ് വരേണ്ടതും, എത്ര രൂപ നീക്കി ഇരിക്കേണ്ടത്, അതായത് SBയിൽ എത്ര രൂപ റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം തീർച്ചയായിട്ടും ഞാൻ ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോ പുള്ളിയുടെ ഒരു രീതി കണ്ട സമയത്ത് ഡിസിപ്ലിൻഡ് ആണ്, അനാവശ്യമായിട്ടുള്ള ഒരു ചെലവുകളൊന്നുമില്ല, വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് പുള്ളിയുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു ഉദ്ദേശം 1.5 ലക്ഷം രൂപയ്ക്ക് തൊട്ട് മുകളിൽ 2 ലക്ഷത്തിൽ താഴെയുള്ള ഒരു ഫിഗർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് ലിക്വിഡ് ക്യാഷ് ആണ്. അപ്പൊ ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ച ഒരു കാര്യം അതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും രൂപ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് അടയ്ക്കാമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമല്ല. പറഞ്ഞു, ചേട്ടാ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് പോവാത്തോണ്ടല്ല, ബാങ്കിൽ അന്വേഷിച്ച സമയത്ത് അത് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അടച്ചു. അപ്പൊ അതിന് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നതാണ് പറഞ്ഞു. വീണ്ടും ആ ഒരു എമൗണ്ട് അവിടെ കിടക്കാണ്. പിന്നെയും ഞാൻ ഈ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പലിശ വരികയാണ്. തെറ്റില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഖ്യ കൊണ്ട് എനിക്ക് ആ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അതിന് തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണം, അതാണ് ഞാൻ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ടിജോന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതായത് ഡിഫോൾട്ട് ചിട്ടികൾ നല്ലത് തന്നെയാണ്, ഞാൻ എന്തായാലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ 3-4 ചിട്ടികൾ ആ സമയത്ത് അവൈലബിൾ ആയത് ഞാൻ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഞാൻ 3-4 ചിട്ടികൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, ടിജോ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യും, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ടിജോ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന പോലെ അന്ന് ഉണ്ടായിരുന്ന ചിട്ടികളിൽ ഒന്ന് 20,000, 50, 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. പിന്നെ 10,000, 50 ഉണ്ടായിരുന്നു, 5 ലക്ഷം, പിന്നെ 12,500, 40, 5 ലക്ഷം, പിന്നെ ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത് 25,000, 40, 10 ലക്ഷം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് 20,000, 50, അല്ലെങ്കിൽ അതാണ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ 20,000, 50 അന്ന് 15 തവണയാണ് അടയ്ക്കാനുണ്ടായത്. അപ്പൊ ആ ഒരു ചിട്ടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ചിട്ടി ഇപ്പൊ ഓപ്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഉദ്ദേശം ഒരു 7.75-നും 8.25-നും ഉള്ളിലൊക്കെയാണ്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു അങ്ങനെ സെലക്ട് ചെയ്തോളാം. അപ്പൊ ഇനി 35 മാസമാണ് ഇനി മുന്നോട്ട് അടയ്ക്കാനുള്ളത്. അതായത് 15 മാസം കഴിഞ്ഞു, ഇനി 35 മാസമാണ് മുന്നോട്ട് അടയ്ക്കാനുള്ളത്.
അപ്പൊ അതിന്റെ ഒരു ബാധ്യതയാണ് പുള്ളിക്ക് വരിക. പക്ഷെ അത് പലിശ വരില്ല, അത്രയും രൂപ അടയ്ക്കേണ്ടിയും വരില്ല. ആ കാര്യം ടിജോന് വളരെ ക്ലിയർ ആയി മനസ്സിലായി. അങ്ങനെ സെലക്ട് ചെയ്തു. അങ്ങനെ 20,000 50 എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിട്ടി പുള്ളി ഏറ്റെടുക്കുകയാണ്. 15 മാസമായ ചിട്ടിയാണ്, അത്യാവശ്യം മേലക്കിഴിവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിട്ടിയാണ്. അങ്ങനെ ടിജോ ആ ചിട്ടി ഏറ്റെടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് എന്റെ അടുത്ത് വീണ്ടും ടിജോ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഓപ്ഷന്റെ സമയം ആയിട്ടില്ല, അടുത്ത മാസം ആവണ്ടേ, ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇനിയിപ്പോ ഒരു 2 ആഴ്ചയും കൂടെ സമയമുണ്ടല്ലോ നമുക്കിപ്പോ നോക്കാം, ഞാൻ മറന്നിട്ടില്ല എന്ന്. എന്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരോട് ഞാൻ ഈ ഒരു വീക്കെൻഡിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അവർക്കൊരു താല്പര്യമായിട്ട് തോന്നി. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഫണ്ട് റേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അത്യാവശ്യം എമൗണ്ട് സാലറി ഉള്ളവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, നിങ്ങളൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചു. അപ്പൊ അതുപോലെ ഞാൻ എല്ലാ ക്ലയൻസിനോടും അവരുടെ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ അവരായിട്ട് ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ സംസാരിക്കാറുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് ആ ക്ലയന്റിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ പേര് സന്ദീപ് എന്നാണ്, ഒരാളുടെ പേര് ഗിരീഷ് എന്നാണ്. അങ്ങനെ 2 പേരാണ്. അപ്പൊ അവരായിട്ട് ഞാൻ സംസാരിച്ചു, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതേപോലെ അവർക്ക് ഞാൻ ചിട്ടികൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അവരും പ്രീയോൺ ചിട്ടികൾസ് അവര് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോ എന്റെ മുമ്പിൽ 3 ക്ലയൻസ് ആയി, ടിജോ ആയി, സന്ദീപായി, ഗിരീഷായി. 3 പേരും 3 വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്, 3 വ്യത്യസ്തമായ ചിട്ടി പാറ്റേണുകളാണ് അവര് ജോയിൻ ചെയ്തത്. അങ്ങനെ ചിട്ടിയുടെ ഓപ്ഷൻ ടൈമായി. അപ്പൊ ഞാനൊരു ഫിഗർ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു. അദ്ദേഹം അതനുസരിച്ച് പ്രോക്സിയൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഇഷ്യൂ ടിജോന് വരുന്നത്. കാരണം ടിജോന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല, പ്രൈവറ്റിലാണ് ജോലി ചെയ്യുന്നത്. പുള്ളിക്ക് ആധാരം അല്ലെങ്കിൽ ലാൻഡ് ഡോക്യുമെന്റ്സ് ഒന്നും ആയിട്ടില്ല, ഗോൾഡ് ഒന്നും സ്വന്തമായിട്ടില്ല, വീട്ടില് ഉള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നതാണ്, അതായത് ജാമ്യ വ്യവസ്ഥകളുടെ കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പാരന്റ്സ് ആയിട്ട് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, എന്നിട്ടേ നമ്മളൊരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ലാൻഡ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലാൻഡ് ഡോക്യുമെന്റ്സ് നമുക്ക് പ്ലഡ്ജ് ചെയ്താൽ അല്ലെങ്കിൽ ലീൻ ചെയ്താൽ KSFE വളരെ ഒരു ഉപകാരമുള്ളതാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാം. അപ്പോ ആ സാഹചര്യം ചെയ്യാമെന്ന് പറയും. ടിജോ അത് ഓക്കെയാണ്, അച്ഛനോട് സംസാരിച്ചു, എല്ലാം സെറ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓപ്ഷൻ തലേദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ലാൻഡ് ഡോക്യുമെന്റ്സ് ഇപ്പോ ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് കാലതാമസം ഉണ്ട്, ഒരു 3-4 മാസത്തെ ആവശ്യമുണ്ട്, അത് വേറൊരു കമ്മിറ്റ്മെന്റിലാണ്. അപ്പൊ അത് റിലീസ് ചെയ്താലേ എനിക്ക് ഇത് ഇവിടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളൊരു വല്ലാത്തൊരു പ്രശ്നം. കാരണം ആള് ടിജോ എന്ന് പറഞ്ഞ ആ പയ്യൻ ഈ ഒരു ചിട്ടി ഏറ്റെടുത്തത് ഈ ഒരു എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്ത് മുന്നോട്ട് പുള്ളിക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ടിജോ തീർച്ചയായിട്ടും വിഷമത്തിലായി. ഈ ഒരു കൺസേൺ എന്നെ അറിയിച്ചു. അപ്പോ എന്ത് ചെയ്യും സുജേട്ടാ, എന്താണ് ഇനി ഒരു വഴി, എനിക്കിതൊന്ന് ക്ലോസ് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു എഫേർട്ട് എടുത്തത്. അപ്പൊ ഇനിയിപ്പോ 5-6 മാസം വീണ്ടും ഇതും അടയ്ക്കണം, ലോണും അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ഞാൻ ടിജോനോട് പറഞ്ഞത് എനിക്ക് ഒരു ദിവസം സമയം തരും, ഞാൻ നോക്കിയിട്ട് പറയാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നാളെ രാത്രി 8 മണിക്ക് കാണാം. നമുക്ക് നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസും കമന്റ്സും തീർച്ചയായിട്ടും അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽസ് വാണ്ടർലെസ് വ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.